ഞങ്ങളിപ്പോ വടക്കനാട് ഗ്രാമം, ഗോപിയുണ്ട്, സൗമ്യയുണ്ട്, ഞങ്ങളെല്ലാരും കൂടിയിട്ട് ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോവാണ്. റീൽസിലത്തെ പോലെ ജക്കപ്പൊക്കെ കാണിക്കലല്ല, കറക്റ്റ് ആ ഗ്രാമം എന്താണെന്ന് കാണിക്കുക. ഇതിപ്പോ പ്ലാന്റേഷൻ ഗ്രാമങ്ങളാണ് കേട്ടോ. രണ്ട് ചുറ്റും തെങ്ങ് കുറവാണ്, കവുങ്ങ്, കോഫി, പെപ്പർ. കൂടുതലും ക്രിസ്ത്യൻസ് നല്ലോണം ഉണ്ടല്ലേ ഇവിടെ? ക്രിസ്ത്യൻ, ഹിന്ദു. നമ്മുടെ ജോറാന്റെ പ്ലാന്റേഷൻ ആണ് സാർ ഈ കാണുന്നത് അല്ലേ? ഓക്കെ. പെപ്പറും കോഫി. അപ്പൊ കോഫിയുടെ ഇടവേളയാണ് പെപ്പർ അല്ലേ? അങ്ങനെ. ഓക്കെ. ഈ മരത്തുമ്മൽക്കല്ലേ പടർത്തി കൊടുക്ക? ഇത് എന്ത് മരമാണ്? ഓക്കെ. ഇതാണ് നമ്മുടെ ജോർജ് ഏട്ടന്റെ പ്ലാന്റേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ സർക്കാർ വക തേക്ക് പ്ലാന്റേഷൻ. ഇതാണ് ഇവർ കാട് എന്ന് പറഞ്ഞ കാര്യം പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലേ? വടക്കനാട് അപ്പൊ ശരിക്ക് കാട് എന്ന് പറഞ്ഞ റീൽസിൽ കാണിക്കുന്നത് ശരിക്ക് കാടല്ല, സർക്കാരിന്റെ തേക്കിൻ പ്ലാന്റേഷനുള്ളിലാണ് ഞങ്ങൾ. ഓക്കെ. എന്നുവെച്ചാലേ നമ്മുടെ നാട്ടിലെ ഒറിജിനൽ കാടുകൾ കുറച്ചുകൂടി ഇടതൂർന്ന അങ്ങനത്തെ കാടുകളായിരിക്കുള്ളൂ, കുറച്ചും കൂടി ഡെൻസ് ആയിരിക്കുള്ളൂ. അതിന് പകരം സർക്കാർ കൊണ്ടുവന്ന് വെച്ച തേക്ക് പ്ലാന്റേഷനാണ് ഈ കാണുന്നത്. ഇതിടക്ക് മുറിക്കണം എന്നുള്ളൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല, അതിനെന്ത് പറ്റി? അതിന് നമ്മുടെ പ്രകൃതി സ്നേഹികള് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ട് സ്റ്റേ മേടിക്കുക, തേക്ക് മുറിക്കാൻ പാടില്ല. തേക്ക് മുറിച്ച് മറ്റേ നാച്ചുറൽ ഫോറസ്റ്റ് ആക്കാൻ വേണ്ടി വനം വകുപ്പ് ഒരു ശ്രമം നടത്തിയതാണ്. ഇതിന് അവര് തടസ്സം നിന്നത് പ്രകൃതി സ്നേഹികളാണ്. പക്ഷെ ഈ തേക്ക് കൊണ്ട് ഒരു കിളിക്ക് പോലും കൂട്ടാൻ പറ്റൂല. ഈ ഇലകൊഴിയും മരം വേനൽക്കാലം ആവുന്നതോട് കൂടി ഉള്ളിൽ ഇല കൊഴിഞ്ഞ് ശരിക്കും മരുഭൂമിന്റെ സ്ഥിതി എഫക്റ്റ് ആണ്. ഒരു അപ്പോകാലിപ്റ്റിക് ലുക്ക് ആണ് ശരിക്കും ഇതിനുള്ളത്. ട്രൈബൽ കോളനീസ് ഉള്ള ഏരിയയിൽ കൂടിയാണ് പോകുന്നത്. കാട്ടുനായിക്ക അവരുടെ ഒരു അംഗനവാടി. നല്ല ഭംഗിയിൽ അംഗനവാടി. ഇവിടെ പഠിക്കാൻ കുട്ടികൾ വരുന്നുണ്ട്. അവരാണ് കാട്ടുനായിക്ക സമുദായത്തിൽപ്പെട്ട ആളുകളാണ് വരുന്നവരല്ലേ, നടന്നു പോകുന്നത്. കൃഷി അവരുതാണോ? അവർക്ക് കൃഷിയില്ല സാർ, അവർക്ക് ശരിക്കും ലാൻഡ് ഇല്ല. ഇത്രയും വലിയ ഫോറസ്റ്റില് താമസിച്ചിട്ട് അവർക്ക് ലാൻഡ് ഇല്ല. ആ സർക്കാർ കൊടുത്ത ആ ഇത്തിരി തുണ്ട് ഭൂമിയാണ് അവരുടെ സമ്പാദ്യം അല്ലേ? ഇവിടെയുണ്ട് കുറെ വീടുകളൊക്കെ, 60 വീടുണ്ട് സാർ. അല്ല, ഞാൻ ചോദിക്കുന്നതേ, ഇവർക്ക് എപ്പോഴെങ്കിലും സ്വത്ത് കൈവശമാക്കുന്ന സിസ്റ്റം അതിനോടൊക്കെ താല്പര്യം വരുമോ? കാരണം ഇവർക്ക് ഈ ഭൂമിയുടെ വാല്യൂ അറിയില്ല. ശരിക്കും വന അവകാശ പ്രകാരം കാട്ടിൽ നിന്ന് വനവിഭവങ്ങൾ ശേഖരിച്ച് ജീവിക്കുക എന്നൊരു കൺസെപ്റ്റ് ആണ് ഉള്ളത്. ഇപ്പൊ കാട്ടിൽ നിന്ന് തേന്, പൂപ്പല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവര് കുറെ ഇപ്പൊ ഫോറസ്റ്റുകാർ ഒന്നും അങ്ങ് അനുവദിക്കുന്നില്ല. ഇപ്പൊ റിസോർട്ട് നടത്തുന്ന ഒരാളുടെ കോട്ടേജാണ്, അതൊക്കെ ഒന്ന് താമസിക്കുന്ന സ്ഥലമാണ്, അയാളുടെ ഏറുമാടാണ് ഈ കാണുന്നത്. ഇതിനപ്പുറത്തോട്ട് നമ്മൾക്ക് പോവാൻ പാടില്ല, ഷൂട്ട് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പ്രൈവറ്റ് ലാൻഡാണ്. ആമലക്കണ്ടത്ത് പോയപ്പോഴേ അവിടെയുള്ള ആളുകൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ആനകളുടെ എണ്ണം കേരളത്തിലെ കാടുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൽ കൂടുതലാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള മാർഗങ്ങൾ വേണമെന്നൊക്കെയാണ്. സോ അത് എന്താണ്? അങ്ങനത്തെയാണ് സാർ. ഇപ്പൊ ഉൾക്കൊള്ളാൻ പറ്റുന്ന അതിൽ കൂടുതൽ ആനകൾ ഇപ്പൊ നമ്മുടെ ഓൾറെഡി കേരളത്തിലുണ്ട്. അപ്പൊ ഇതുങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഒന്നല്ലെങ്കിൽ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ള കള്ളിങ് പോലെ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്ന പോലെ അടുത്ത സംവിധാനങ്ങൾ ചെയ്യാന്നല്ല. വെജിറ്റേഷൻ കണ്ടമാനം കുറയിൽ ഉണ്ടാവും ഇവിടെ നമ്മളുടെ. ആനകളെ തുരത്താൻ നിങ്ങൾക്ക് ധാരാളം വഴികൾ ഉണ്ടാവുമല്ലോ, പക്ഷെ ഒരു കാര്യമില്ലാന്ന് തോന്നുന്നു അല്ലേ? ആനകളെ തുരത്താൻ നമുക്ക് 72-ലെ വന നിയമം വന്നപ്പോൾ സിസ്റ്റം പടക്കം പൊട്ടിക്കുക എന്ന സിസ്റ്റം മാത്രമാണ് ഇതുവരെ വനം വകുപ്പ് അനുവദിച്ചിട്ടുള്ളൂ. ഈ കാലഘട്ടത്തിൽ, അഡ്വാൻസ് കാലഘട്ടത്തിൽ ഈ കാട്ടാനകളെ കൃഷിയിടങ്ങളിൽ മേയാൻ വിടാതെ വരുമ്പോ തന്നെ തുരത്താനുള്ള ആധുനിക സൗകര്യങ്ങൾ ഉണ്ടായാൽ ഒരു പരിധി വരെ ഈ ശല്യം ഇല്ലാണ്ടാവും. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? കാരണം ആന പിന്നെ വരാലോ. ഇല്ല, ആനകൾക്ക് ശരിക്കും ചെറിയ രീതിയിൽ പെയിൻഫുൾ ആക്കുന്ന രീതിയിൽ അഡ്വാൻസ് തന്നെ അവർക്ക് ജീവന ഭീഷണി ഇല്ലാതെ എന്നാൽ നന്നായിട്ട് ശരീരം വേദനിക്കുന്ന രീതിയിൽ ഇറങ്ങുമ്പോൾ തന്നെ, കൃഷിയിടങ്ങളിൽ ഇറങ്ങുമ്പോൾ തന്നെ തുരത്താനുള്ള സംവിധാനം കൊണ്ടെന്നാൽ ആനകൾക്ക് അത് മെസ്സേജായിട്ട് പാസ് ചെയ്യും, അടുത്ത ആനകൾക്ക് അത് മെസ്സേജ് കൊടുക്കുകയും ആനകൾ കൃഷിയിടങ്ങളിൽ തമ്പടിക്കാതിരിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഒരാനയ്ക്ക് ഉണ്ടാകുന്ന മോശമായ അനുഭവമാണെങ്കിൽ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന അനുഭവമാണെങ്കിൽ അത് മറ്റുള്ള ആനകൾക്ക് പാസ് ചെയ്യും. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അങ്ങനെ അതായിരുന്നു പൂർവികർ ചെയ്തുകൊണ്ടിരുന്നത്. പൂർവികർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നിയമത്താൽ ആനകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ആനകൾ ശരിക്കും കൃഷിയിടങ്ങളിൽ മേയാൻ തുടങ്ങിയ ആനകൾക്ക് കർഷകർ കൃഷിയിടങ്ങളിൽ തുരത്തുമ്പോൾ ഈ കർഷകരോട് അല്ലെങ്കിൽ കൃഷി ആളുകളോട് വൈരാഗ്യ ബുദ്ധിയോട് ആനകൾ പെരുമാറാൻ തുടങ്ങിയാണ്. ഈ വന്യമൃഗങ്ങളുമായിട്ട് സഹവസിച്ച് ജീവിക്കുക എന്നത് മനുഷ്യന് സാധ്യമായ കാര്യങ്ങളല്ല. അവരെ അകറ്റി നിർത്തുക എന്നത് മാത്രമാണ് നമുക്കുള്ള. അപ്പൊ മൃഗസ്നേഹികള് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ പുറമേ നിന്ന് കാണുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വന്യമൃഗങ്ങളുടെ അവകാശപ്പെട്ട ഭൂമി മനുഷ്യൻ കയ്യേറിയതാണ്,
അപ്പോൾ കുറച്ചൊക്കെ അനുഭവിക്കുന്നുള്ളൊരു മെന്റാലിറ്റിയാണ് നമ്മൾക്കൊക്കെ ഉണ്ടാവുക. അതിൽ നിന്ന് റിയാലിറ്റി എന്ന് വെച്ചാൽ പറയുന്ന ആളുകളെല്ലാം സേഫ് സോണിലാണ്. സേഫ് സോണിൽ ഇരിക്കുന്ന ആളുകള് എപ്പോഴും പറയാം, ഇപ്പൊ നമുക്കൊരു രാജ്യം ഉണ്ടായാലും രാജ്യാതിർത്തി ഉണ്ടാവും. അടുത്ത രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ അവർ പ്രിവെന്റീവ് ചെയ്യുന്ന പോലെ തന്നെ വനമുണ്ടെങ്കിൽ വനാതിർത്തി ഉണ്ടാവും. വനത്തിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ തടയാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുവരണം. ആനകളെ കുറിച്ച് ഞാൻ കേട്ട വേറൊരു കാര്യം അവരുടെ മേറ്റിംഗ് സമ്പ്രദായം, അതിനെ കുറിച്ച് എന്താ ഗോപി പറഞ്ഞല്ലോ. ഒരു ഗ്രൂപ്പില് ഏറ്റവും ആരോഗ്യമുള്ള ആനകൾക്ക് മാത്രമാണ് മേറ്റിങ്ങിനുള്ള സാഹചര്യം കിട്ടുന്നുള്ളൂ. ഗ്രൂപ്പിന്റെ ലീഡർ ഒരു ഏറ്റവും പ്രായം ചെന്ന പിടിയാനി ആയിരിക്കും, പെണ്ണാനി ആയിരിക്കും. അവരാണ് തീരുമാനിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഫാമിലിയെ കൺട്രോൾ ചെയ്യുന്ന എല്ലാം അവർ ആനകളാണ്. അതെ അതെ, ആരോഗ്യമുള്ള ആളുകൾ, ഹെൽത്തി ആയിട്ടുള്ള ആനകൾക്ക് മാത്രമാണ് ഇതിനുള്ളൊരു ഉൽപാദനത്തിനുള്ള ചാൻസ് കിട്ടുന്നുള്ളൂ. ഓക്കെ ഓക്കെ. ഇവിടെ നമ്മള് വളരെ വിശാലമായ പാടശേഖരങ്ങൾ, അതിനപ്പുറം കാട്, അതിനിടയിൽ ഓരോ ചെറിയ വീടുകൾ, കർഷകരുടെ വീടുകൾ, അങ്ങനെയുള്ളൊരു സിസ്റ്റമാണിത്. അവിടെയാണ് സർക്കാരിന്റെ പ്ലാന്റേഷൻ വളരെ ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഓക്കെ, റീൽസില് ഇതിന് വേണ്ടിയിട്ട് കൊടും കാട്, അങ്ങനെയല്ല, കാടുണ്ട് ഇവിടെ, ചുറ്റും കാടുണ്ട്, പ്ലാന്റേഷൻ ഉണ്ട്, ധാരാളം മനുഷ്യരിവിടെ താമസിക്കുന്നുണ്ട്. വളരെ പിക്ചറിസ്ക് ആയിട്ടുള്ള വില്ലേജ് ആണ്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ ഇഷ്ടം പോലെ തെക്കിനി പോലെയുള്ള ഹോം സ്റ്റേസ് ധാരാളം ഉണ്ട് ഇവിടെ. പിന്നെ ഗോപിയെ പോലെയുള്ള ധാരാളം മനുഷ്യരും ഉണ്ട്. കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്ന പാടങ്ങളാണ്. നിങ്ങളൊരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ സമയത്തൊക്കെ വരികയാണെങ്കിൽ മൊത്തം ലഷ് ഗ്രീൻ ആയിട്ട് ഇവിടെ എല്ലാ പാടങ്ങളും കിടക്കുന്നതാണ്. അപ്പം ഇതിന്റെ ഭംഗിയൊന്ന് വേറെ തന്നെയായിരിക്കുള്ളൂ. പ്രത്യേകതയുള്ള ശിവക്ഷേത്രമാണെന്നാണ് പറയുന്നത്. ഇത് വടക്കോട്ട് ദർശനമായിട്ടുള്ളത്. ഇച്ചക്കുന്ന് കാളിമല തമ്പുരാൻ ക്ഷേത്രമാണിത്. ഇങ്ങനെ കുറച്ച് പടികളൊക്കെ ഉള്ളത്. ഇതിനുള്ളിലോട്ട് കടക്കാൻ പറ്റുമോ? മുസ്ലിങ്ങൾക്ക് പ്രവേശനമുണ്ട്. അല്ലാ, ഇതാരാണ്? അല്ലാഹുവേ, പാർക്കുട്ടി. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പാർവതിയെ ഈ അമ്പലത്തിൽ വെച്ച് കാണുന്നത്. ഞങ്ങൾ അനുവാദമൊക്കെ എടുത്തിട്ടാണ് അമ്പലത്തിൽ പോയത്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ 20-ൽ കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂർ ഒരു മാർക്കറ്റിംഗ് കമ്പനി നടത്തിയിരുന്നു. അന്ന് സനീഷ് വയനാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നവരിൽ ഒരാളായിരുന്നു പാർവതി. പാർവതി വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളായി മാറി. മറ്റുള്ളവർക്ക് ഞങ്ങൾ മറ്റൊരു വീടെടുത്ത് താമസ സൗകര്യം കൊടുത്തപ്പോൾ മറ്റു പെൺകുട്ടികൾക്ക് പാർവതി ഞങ്ങളുടെ വീട്ടിലൊരു അംഗമായി മാറി. ദെൻ എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ടാവുമ്പോഴൊക്കെ പാർവതി സ്വർണ്ണം ഊരി തരുമായിരുന്നു പണയം വെക്കാനൊക്കെ. എത്രയോ വർഷം. ദെൻ പാർവതിയുടെ ആങ്ങള വന്നു, അനിയത്തി വന്നു, ഞങ്ങൾ പാർവതിയുടെ വീട്ടിൽ പോയി, പാർവതിയുടെ വീട്ടുകാർ ഞങ്ങളെ വീട്ടിൽ വന്നു. അങ്ങനെ വളരെ അടുപ്പമുള്ള കുടുംബമായിരുന്നു ഞാൻ ഗൾഫിൽ പോകുന്നത് വരെ. ഞാൻ ഗൾഫിൽ പോയി കഴിഞ്ഞിട്ടും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എൻ്റെ പെങ്ങൾ ഈ ബിസിനസ് നടത്തിയിരുന്നപ്പോൾ. പിന്നെ പാർവതിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, തിരിച്ച് വയനാട് വന്നു. ദെൻ കാലക്രമേണ എല്ലാ ബന്ധങ്ങളിലും സംഭവിക്കുന്നത് പോലെ സ്നേഹം നഷ്ടമായില്ലെങ്കിലും ആ സാമീപ്യങ്ങളെല്ലാം നഷ്ടമായി. പരസ്പരം കാണലൊക്കെ കുറഞ്ഞു, ഇടയ്ക്കുള്ള വിളി കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്ന് ഈ വയനാട് യാത്രയിൽ എനിക്കായി ദൈവം കാത്തുവെച്ച ഒരു വളരെ വലിയ സന്തോഷമുള്ള സർപ്രൈസാണ് പാർവതി. നമ്മൾ പാർവതിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. പാർവതിയും ഹസ്ബൻഡുമാണ് അവിടെ താമസിക്കുന്നത്. മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞു. ജീവിതം നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു അല്ലേ? ആഹാ, ഞാന് വീഡിയോ കോളിൽ കണ്ടിട്ടുള്ളൂ നിങ്ങളെ അല്ലേ? ഒരു പ്രാവശ്യം വീഡിയോ കോൾ ചെയ്തില്ലേ? അറിയോ? ഓർമ്മയുണ്ടോ? ഇത് കൃഷിയാണോ നിങ്ങൾക്ക്? എന്തിന്റെ? കാപ്പി, കുരുമുളക്, നെല്ല്, കാച്ചില്. സ്ഥലത്തിലേക്ക് വന്നപ്പോ പാർവതിക്ക് വല്ല ഐഡിയ ഉണ്ടായത് ഞങ്ങളെ കാണുന്നു? വടക്കനാടിനോട് തേക്ക് പ്ലാന്റേഷനുകളോടും ഫോറസ്റ്റിനോടും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും വരിക. വന്നു കഴിഞ്ഞാൽ ഗോപി, ജയമണി, പാർവതി പോലെയുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എന്തായാലും വീണ്ടും വരുന്നതാണ്. സോ നമ്മൾ ഇനി ഗൂഡല്ലൂർ, ഗുണ്ടൽപേട്ട് അങ്ങോട്ടുള്ള യാത്രയാണ്.